ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ അനിൽകുമാർ പറയുമ്പോഴും ശ്രീ വി പി ശ്രീപത്മനാഭൻ പറയുമ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു പരിഹാരത്തിന് വേണ്ടി ഒറ്റ മനസ്സായുള്ള ഐക്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രമം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് സാധ്യമാകുമോ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും ഇതിനകത്തൊരു രാഷ്ട്രീയം എന്ന രൂപത്തിലേക്ക് വരേണ്ട ഒരു കാര്യം ഇപ്പോഴില്ല. തീർച്ചയായും സർക്കാരുകൾ എങ്ങനെയാണോ ഇവരെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്, സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്, ജീവിതമാർഗം ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട് അതോടൊപ്പം തന്നെ വളരെ പ്രയാസകരമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവരെ എങ്ങനെയെല്ലാം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്കൊരു വീട് കൊടുത്തത് കൊണ്ട് മാത്രം ആകുന്നില്ല. വീട് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു വീടിനകത്ത് കയറിക്കൂടിയ മുന്നോട്ടുള്ള ജീവിതോപാധി എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ ഒരു 60-70 വയസ്സുള്ള ഒരാൾ, അദ്ദേഹം മാത്രം ജീവിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അദ്ദേഹം വീട് കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പോട്ട് ജീവിക്കേണ്ട സാഹചര്യം വേണ്ടേ? അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് വളരെ സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ളത്. തീർച്ചയായും പ്രതിപക്ഷം എന്ന നിലയിൽ ഇതുവരെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ നടപടികൾക്കും പൂർണ്ണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം ഇതിനകത്ത് വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. വളരെ കൃത്യമായി ഈ വിഷയത്തിനകത്ത് സർക്കാരുകൾ ചെയ്യുന്ന കാര്യത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് ഇനി എങ്ങനെ പോകും, ഇപ്പോൾ പുനരധിവാസം എങ്ങനെയാണ് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇതുപോലെ ഒരു അപകടം വരാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരു മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു വാണിംഗ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഇവരുടെയൊക്കെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളും അതോടെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി കാണാനുള്ള ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് കേരളം എല്ലാ വർഷവും ഈ വരുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വല്ലാത്ത ഭീതിയോടുകൂടിയാണ് നിൽക്കുന്നത്. എവിടെയാണ് ഉരുൾപൊട്ടുക, എവിടെയാണ് ആളുകൾ മരിക്കുക എന്നുള്ള ആശങ്ക, അത് ഏറ്റവും ഭീകരമായ ദുരന്തമാണ്, ഒരു ദേശീയ ദുരന്തമായി മാറിയാണ് ഈ വയനാട്ടിലെ ഈ മുണ്ടക്കൈയിലും അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നാദാപുരം വിലങ്ങാടിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ പോയ ഒരു ആളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ MP ഷാഫി പറമ്പിൻ്റെ കൂടെ അവിടെ പോയതാണ്. ആ ദുരന്തം നടന്നിട്ട് പിറ്റേ ദിവസം അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയുള്ള ആളുകൾക്ക് ഈ ഉരുൾപൊട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മണം ആർക്കോ കിട്ടി. ഇങ്ങനെ മണ്ണിൻ്റെ മണം വന്നപ്പോഴാണ് രാത്രി തന്നെ അവിടെയുള്ള ആളുകളെ ഒഴിപ്പിച്ചത്. ഒരു മാത്യു മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആളുകൾക്ക് വിവരം കൊടുത്ത്, അദ്ദേഹം മാത്രമാണ് മരിച്ചത്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ആ വിലങ്ങാട് പോലും, പ്രത്യേകിച്ച് ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മിനി വയനാടായി ആ വിലങ്ങാട് മാറുമായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മണ്ണിൻ്റെ മണം മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ശാസ്ത്ര സംവിധാനത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെക്നോളജിയും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രൂപത്തിലുള്ള അവലോകനം നടത്തി സർക്കാരുകൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് ഇനി വരാതിരിക്കാൻ ദുരന്തങ്ങൾ വരും, പക്ഷേ ആ ദുരന്തങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ രൂപത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത്. 2021 തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പ്രതിപക്ഷ നിയമസഭയിൽ ഇതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ 2021 തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് ടെക്നോളജിയും അതനുസരിച്ചുള്ള മുൻകരുതലുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാരുകൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇനിയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വന്നിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ഇവിടെ കണ്ടു, ആളുകളെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തിരിച്ചു പോയാൽ കേരളത്തെ, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തതുപോലെ കേരളത്തിനും ഈ ദുരന്തത്തിൽ കേരളത്തെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഇവിടെ പറയാനുള്ളത്. ശരി.